വിശദമായി നോക്കാം. മെഡിക്കൽ കോഴ വ്യാജ രസീത് വിഷയങ്ങളിൽ ബിജെപി യുവമോർച്ച നേതാക്കൾക്കെതിരെ നടപടി. മെഡിക്കൽ കോഴ റിപ്പോർട്ട് ചോർന്നതിൽ സംസ്ഥാന സെക്രട്ടറി വി രാജേഷിനെ സംഘടനാ ചുമതലകളിൽ നിന്ന് മാറ്റി. ബിജെപി ദേശീയ കൌൺസിലോടനുബന്ധിച്ച് വ്യാജ രസീതടിച്ച് പണപ്പിരിവ് നടത്തിയ വാർത്ത ചോർന്നതിന് യുവമോർച്ച നേതാവ് പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെയും നടപടിയെടുത്തു. സ്വകാര്യ മെഡിക്കൽ കോളേജിന് അംഗീകാരം ലഭിക്കുന്നതിനായി ബിജെപി നേതാക്കൾക്ക് കോഴ നൽകിയത് സംബന്ധിച്ച് പാർട്ടി അന്വേഷണം നടത്തിയിരുന്നു. പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർന്ന സംഭവത്തിലാണ് സംസ്ഥാന സെക്രട്ടറി വി രാജേഷിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. രാജേഷിനെ സംഘടനാ ചുമതലകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ തീരുമാനം കൈക്കൊണ്ടത്. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. അതേസമയം വ്യാജ രസീത് തയ്യാറാക്കി പണപ്പിരിവ് നടത്തിയ സംഭവം വാർത്തയായതിനു പിന്നിൽ യുവമോർച്ച നേതാവ് പ്രഫുൽ കൃഷ്ണയാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെയും നേതൃത്വം നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോഴ അന്വേഷണ റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കാൻ കഴിയാതിരുന്നത് വൻ വീഴ്ചയായാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത്. കോർ കമ്മിറ്റി യോഗത്തിൽ ടി രമേശ് തെളിവ് സഹിതം ഉന്നയിച്ച പേരുകളാണ് നടപടിക്കായി കേന്ദ്രത്തിന്റെ പരിഗണനയ്ക്ക് അയച്ചത്. അന്വേഷണ കമ്മീഷൻ അധ്യക്ഷൻ കെ ശ്രീശൻ, അംഗം AK നസീർ, സംസ്ഥാന സെക്രട്ടറി വി രാജേഷ് എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു ആവശ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ നാണക്കേട് മറയ്ക്കാൻ ബിജെപി കോടതിയിലേക്ക്. അഹമ്മദ് പട്ടേലിന്റെ വിജയം ബിജെപി കോടതിയിൽ ചോദ്യം ചെയ്യും. 44 വോട്ടുകൾ നേടിയാണ് അഹമ്മദ് പട്ടേൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. സത്യം ജയിച്ചെന്ന് പട്ടേൽ പ്രതികരിച്ചു. അമിത്ഷായും സ്മൃതി ഇറാനിയും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യമുറ്റുനോക്കിയ ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പതനം മറച്ചുവെക്കാനാണ് ബിജെപി സംസ്ഥാന ഘടകം കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത്. 2 വിമത കോൺഗ്രസ് MLAമാരുടെ വോട്ടുകൾ അസാധുവാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ ബിജെപി കോടതിയെ സമീപിക്കും. ബിജെപിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത കോൺഗ്രസ് MLAമാർ ബാലറ്റ് പേപ്പർ ഉയർത്തിക്കാണിച്ചതിനെ തുടർന്ന് ഇവരുടെ വോട്ടുകൾ അസാധുവാക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥി അഹമ്മദ് പട്ടേൽ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. കോൺഗ്രസ് വിമത MLAമാരുടെ വോട്ടുകൾ അസാധുവാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ബിജെപി അംഗീകരിക്കുന്നില്ല. ഈ വോട്ടുകൾ അസാധുവാക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ബിജെപി സ്ഥാനാർത്ഥി വിജയിക്കുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 3 രാജ്യസഭാ സീറ്റുകളിലേക്ക് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനമുണ്ടായത് ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ്. ഒരു വിമത ബിജെപി MLAയുടെ വോട്ടടക്കം നേടിയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേൽ വിജയിച്ചു കയറിയത്. മറ്റ് 2 സീറ്റുകളിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും വിജയിച്ചു. 2 വിമത കോൺഗ്രസ് MLAമാരുടെ വോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അസാധുവാക്കിയതോടെയാണ് പട്ടേലിന്റെ വിജയമുറച്ചത്. ബിജെപി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത 2 MLAമാർ ബാലറ്റ് പേപ്പർ അമിത്ഷായെയും സ്മൃതി ഇറാനിയെയും കാണിച്ചതാണ് അസാധുവാക്കാൻ കാരണം. പാർട്ടി ഏജന്റിനെയല്ലാതെ മറ്റാരെയും വോട്ട് ചെയ്ത ശേഷം ബാലറ്റ് പേപ്പർ കാണിക്കാൻ പാടില്ല എന്നതാണ് ചട്ടം. വിമതരുടെ വോട്ടുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസാണ് ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ഈ MLAമാർ തങ്ങളുടെ വോട്ട് പ്രദർശിപ്പിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കമാണ് കോൺഗ്രസ് പരാതി നൽകിയത്. വീഡിയോ പരിശോധിച്ച് തീരുമാനിക്കണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. തുടർന്നാണ് ഇവരുടെ വോട്ടുകൾ അസാധുവാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനമുണ്ടായത്. രാജ്യം ഉറക്കമൊഴിച്ചു കാത്തിരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫലം കനത്ത പ്രഹരമാണ് മോദി അമിത്ഷാ സഖ്യത്തിന് സമ്മാനിച്ചിരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി കൂടിയായ അഹമ്മദ് പട്ടേലിന്റെ വിജയം ദേശീയതലത്തിൽ കോൺഗ്രസിന് വൻതോതിൽ ശക്തി പകരും. പൊളിറ്റിക്കൽ ഡെസ്ക്. ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അഹമ്മദ് പട്ടേലിന് വോട്ട് ചെയ്ത ബിജെപി MLA ക്ഷണിച്ച് കോൺഗ്രസ്. ബിജെപി വിമതൻ നളിൻ കൊട്ടാദിയെ AICC ജനറൽ സെക്രട്ടറി ദീപക് ബാബറിയാണ് സ്വാഗതം ചെയ്തത്. ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത നളിൻ കൊട്ടാദിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചത് ബിജെപിക്ക് വീണ്ടും തിരിച്ചടിയായിരിക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറി ദീപക് ബാബറിയെയാണ് കൊട്ടാദിയെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തത്. പാർട്ടിക്കുള്ളിൽ ഇക്കാര്യം ചർച്ച ചെയ്തതായും ബാബറിയ വ്യക്തമാക്കി. അവകാശങ്ങൾക്കായി പൊരുതിയ പട്ടേൽ വിഭാഗക്കാരുടെ പ്രക്ഷോഭത്തിനിടെ അധികാരിവർഗം കൊലപ്പെടുത്തിയ 14 യുവാക്കളുടെ വേദനയിൽ പങ്കുചേർന്നാണ് സ്വന്തം പാർട്ടിക്കെതിരെ വോട്ട് രേഖപ്പെടുത്തിയതെന്ന് കൊട്ടാദിയ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസിന്റെ MLAമാരെ പണവും സ്വാധീനവും ഉപയോഗിച്ച് വശത്താക്കാൻ BJP അധ്യക്ഷൻ അമിത്ഷാ തന്ത്രങ്ങൾ മെനഞ്ഞപ്പോഴായിരുന്നു സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് BJPക്കെതിരായ നിലപാട് കൊട്ടാദിയ സ്വീകരിച്ചത്. BJPയുടെ കുതന്ത്രങ്ങൾക്കും കുതിരക്കച്ചവടത്തിനും കൊട്ടാദിയയിലൂടെ ലഭിച്ച അപ്രതീക്ഷിത അടിയെ BJP എങ്ങനെ നേരിടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്. IAS ഉദ്യോഗസ്ഥന്റെ മകളെ രാത്രി പിന്തുടർന്ന് ശല്യം ചെയ്ത BJP ഹരിയാന സംസ്ഥാന അധ്യക്ഷന്റെ മകൻ വികാസ് ബറാല അറസ്റ്റിൽ. ശല്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് അറസ്റ്റ്. അതേസമയം ബറാല കുടുംബത്തിലെ മറ്റൊരു സ്ത്രീ പീഡനക്കേസിന്റെ വിവരങ്ങൾ പുറത്തുവന്നു. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ ഹരിയാന ഹൈക്കോടതി ഉത്തരവിട്ടു. പെൺകുട്ടിയെ പിന്തുടർന്ന് ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതും IAS ഉദ്യോഗസ്ഥന്റെ മകൾക്ക് പിന്തുണയുമായി നിരവധി പേർ എത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് അറസ്റ്റ്. ഹരിയാന സംസ്ഥാന അധ്യക്ഷൻ സുഭാഷ് ബറാലയുടെ രാഷ്ട്രീയ സ്വാധീനം കാരണം നേരത്തെ ഈ കേസിൽ
വികാസ് ബറാലയെ പോലീസ് പിടികൂടിയ ശേഷം വിട്ടയച്ചിരുന്നു. അതേസമയം ബറാല കുടുംബത്തിൽ നിന്നുള്ള മറ്റൊരു സ്ത്രീപീഡന കേസിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സുഭാഷ് ബറാലയുടെ അടുത്ത ബന്ധു കുൽദീപ് ബറാലയും കൂട്ടുകാരും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നാണ് കേസ്. തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്ന പെൺകുട്ടി പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ തുടർന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴിയെടുക്കാൻ പോലും പെൺകുട്ടിയെ കൊണ്ടുപോയില്ല. പ്രതികൾ സ്വതന്ത്രരാവുകയും ചെയ്തു. ഇതിനെതിരെ പെൺകുട്ടിയും അമ്മയും ഹരിയാന ഹൈക്കോടതിയെ സമീപിച്ചു. കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് ഉടൻ നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 75ാം വാർഷികത്തിന്റെ അനുസ്മരണ പ്രസംഗത്തിൽ ഗാന്ധിജിയെ മറന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലാണ് നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും പേര് പരാമർശിക്കാതിരുന്നത്. ലോക്സഭയിൽ സ്പീക്കറുടെ ആമുഖ പരാമർശത്തോടെയാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 75ാം വാർഷികത്തിന്റെ ചർച്ച ആരംഭിച്ചത്. രാജ്യത്തിന് മാതൃകയായ പ്രതീക്ഷയുടെ വെളിച്ചമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി. ദേശാഭിമാനി ദിനപത്രത്തിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ കേരളത്തെ കൈവാരത്തേക്കാൻ ശ്രമം നടക്കുന്നുവെന്നും കേരള മാതൃക സംരക്ഷിക്കാൻ ഒരുമിച്ച് മുന്നോട്ടിറങ്ങാമെന്നും മുഖ്യമന്ത്രി. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമിയും ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ നവോത്ഥാന മുന്നേറ്റത്തിനൊപ്പം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കടന്നുവരൽ രാജ്യത്ത് പകരം വയ്ക്കാനാകാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റി. ക്രമസമാധാന പാലനത്തിൽ, സാക്ഷരതയിൽ, സ്ത്രീ സൗഹൃദത്തിൽ, ട്രാൻസ്ജെൻഡർ നിലപാടിൽ കേരളം ഉയർത്തിയ മാതൃക ഇന്ത്യക്ക് പഠനവിധേയമാക്കാവുന്നതാണെന്ന് രാജ്യത്തെ തന്നെ വിവിധ മേഖലകളിലെ പ്രമുഖർ സാക്ഷ്യപ്പെടുത്തുന്നുവെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ദേശാഭിമാനിയിൽ കുറിച്ചു. ജനസാന്ദ്രത ഏറ്റവും ഉയർന്നതായിട്ടും പരസ്യ മലമൂത്ര വിസർജന മുക്ത സംസ്ഥാനമായി നമ്മുടെ നാട് മാറി. സാക്ഷരതയുടെ കാര്യത്തിൽ ഇന്നും കേരളത്തിനൊപ്പമെത്താൻ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്കായിട്ടില്ല. ഈ നാട്ടിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ബുദ്ധനും ജൈനനും പാഴ്സിയും സാഹോദര്യത്തിന്റെ നേരനുഭവമാണ്. ഈ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് മർക്കണ്ഡേയ ഖഡ്ജുവിന്റെ ബ്ലോഗിലെ വരികൾ മുഖ്യമന്ത്രി പരാമർശിക്കുന്നു. ഇന്ത്യയുടെ നേർപതിപ്പാണ് കേരളം. കേരളീയരാണ് യഥാർത്ഥ ഇന്ത്യക്കാർ. രാജ്യത്തെ മുന്നേറ്റങ്ങളിലും സാമൂഹ്യ പശ്ചാത്തലത്തിലും കേരളത്തിനു പകരം കേരളം മാത്രമാണ്. ആ മാതൃക ഇനിയും ഉയർത്താൻ കേരള മോഡൽ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി മലയാളികളോട് ആഹ്വാനം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് ദില്ലിയിൽ വൻ കർഷക റാലി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 10,000-കണക്കിന് ആളുകൾ റാലിയിൽ പങ്കെടുത്തു. മോദി സർക്കാർ നടപ്പിലാക്കിയ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ വമ്പിച്ച പ്രക്ഷോഭത്തിനാണ് ദില്ലി സാക്ഷ്യം വഹിച്ചത്. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിലെ അപാകത പരിഹരിക്കുക, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമം നിർത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-കണക്കിന് കർഷകർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. CPIM പോളിറ്റ് ബ്യൂറോ അംഗം ഹനൻമുള മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി A. വിജയരാഘവൻ, അഖിലേന്ത്യാ അധ്യക്ഷൻ തിരുനാവുകര എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കുന്നതിൽ വന്ന വീഴ്ചയാണ്. ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഇന്ത്യയിലെ ദരിദ്രരിലെ ഏതാണ്ട് പകുതിയിലേറെ ആളുകളെ ഒഴിവാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള ഇടതെമ്പിമാർ മാർച്ചിൽ പങ്കെടുത്ത് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ദളിതർക്കും സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരായി വളർന്നുവരുന്ന അക്രമങ്ങൾക്കെതിരെയും മാർച്ചിൽ പ്രതിഷേധമുയർന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വിവാദ പ്രസംഗവുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. കോടിയേരിയെ തെക്കോട്ടെടുക്കാറായില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യേണ്ടതെന്നും ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തുന്നു. RSS അനുഭാവികളായ പോലീസ് ഉദ്യോഗസ്ഥർ കേരള പോലീസിലുണ്ടെന്നും അവരെ വിശ്വാസമെന്നും ശോഭ. കോട്ടയം പൊൻകുന്നത്തായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ വിവാദ പ്രസംഗം. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെതിരെ പ്രകോപനപരമായ വാക്കുകളാണ് ശോഭാ സുരേന്ദ്രൻ പ്രസംഗത്തിലുടനീളം ഉന്നയിച്ചത്. കോടിയേരി ബാലകൃഷ്ണനെ കേരളത്തിന് പുറത്ത് സഞ്ചരിക്കാൻ അനുവദിക്കില്ലെന്നും കോടിയേരിയെ തെക്കോട്ടെടുക്കാൻ സമയമായെന്നുമാണ് ശോഭാ സുരേന്ദ്രന്റെ വെല്ലുവിളി. നിങ്ങൾക്ക് രക്ഷ നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ ഒന്ന് ഇരുന്നും പിന്നെ കിടന്നുറങ്ങുമ്പോഴൊക്കെ നന്നായി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. കേരളത്തിൽ മാത്രം നമുക്ക് യാത്ര ചെയ്താൽ പോരല്ലോ സാറേ, രാജ്യം മുഴുവൻ യാത്ര ചെയ്യണ്ടേ? ഞങ്ങളുടെ ആഗ്രഹം അങ്ങ് ഈ കലാപരിപാടിയൊക്കെ ഒന്ന് നിർത്തിക്കേ, തെക്കോട്ടെടുക്കണ്ടേ? വയസ്സെത്രയായി? RSS പരിശീലനം ലഭിച്ച നിരവധി പേർ പോലീസ് സേനയിലുണ്ട്. അവരെ ഉപയോഗപ്പെടുത്തിയും RSS അജണ്ട നടപ്പാക്കുമെന്ന സൂചനകളാണ് മുൻ DGP TP സെൻകുമാറിനെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി ശോഭ വ്യക്തമാക്കിയത്. സംഘശാഖയിലെന്ന് കൃത്യമായിട്ട് പഠിച്ച നല്ല മെയ്വഴക്കമുള്ള പോലീസുകാരൊക്കെ പല പോസ്റ്റുകളിലും ഇന്ന് കേരളത്തിൽ കയറിയിരിക്കുന്നുണ്ട്. ആ പോലീസുകാരിലൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഏറെ. DGP സെൻകുമാർ 2 കേസുകൾ കൃത്യമായി അന്വേഷിക്കാൻ പരിശ്രമിച്ചു. തൊപ്പിയും കുപ്പായവും പോയി.
RSS ബന്ധം ഉപേക്ഷിച്ച് പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായ സുധീഷ് മിന്നിയെ നായയോടാണ് ശോഭ ഉപമിച്ചത്. മണിക്കൂറുകൾ നീണ്ട പ്രസംഗത്തിൽ കൊലവിളിയും വ്യക്തിഹത്യയുമാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയത്. ഇതിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിസ നിയമത്തിൽ സുപ്രധാന മാറ്റം വരുത്തി ഖത്തർ. ലോകത്തെ 80 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഖത്തറിലേക്ക് വരാൻ വിസ വേണ്ടെന്ന് ഖത്തർ അധികൃതർ. ഇന്ത്യ, അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയവ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസയില്ലാതെ ഖത്തറിൽ പ്രവേശിക്കാമെന്ന് ഖത്തർ ടൂറിസം അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി. സ്വാശ്രയ മെഡിക്കൽ പ്രവേശന നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി. രാജേന്ദ്രബാബു കമ്മിറ്റി നിശ്ചയിച്ച 5 ലക്ഷം രൂപ ഫീസ് പ്രകാരം അലോട്ട്മെന്റ് നടപടികൾ സർക്കാരിന് ആരംഭിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. മാനേജ്മെന്റുകൾ സമർപ്പിച്ച ഹർജിയിലാണ് തീരുമാനം. ഈ മാസം 21-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ വിശദമായ വാദം കേൾക്കും. ഏതാനും സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുകൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. 5 ലക്ഷം രൂപ ഫീസ് അപര്യാപ്തമാണെന്നും രാജേന്ദ്രബാബു കമ്മിറ്റിക്ക് ഫീസ് നിർണ്ണയിക്കാൻ അധികാരമില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു മാനേജ്മെന്റുകൾ കോടതിയെ സമീപിച്ചത്. എന്നാൽ മുൻ നിശ്ചയിച്ച 5 ലക്ഷം രൂപ ഫീസുമായി സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. അഡ്മിഷനും കൗൺസിലിംഗും ഉടൻ തുടങ്ങാം. എന്നാൽ പഴയ ഫീസ് തുടരാമെന്ന തരത്തിലുള്ള കരാർ ഇനി സ്വകാര്യ മെഡിക്കൽ മാനേജ്മെന്റുമായി സർക്കാർ ഉണ്ടാക്കരുത്. ഓരോ കോളേജിന്റെ ഫീസ് ഘടന വ്യാഴാഴ്ച പ്രസിദ്ധീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. സർക്കാർ നിശ്ചയിച്ചതിൽ അധികമായി വരുന്ന തുക ബാങ്ക് ഗ്യാരണ്ടിയായി മാത്രം നൽകിയാൽ മതി. ഫീസ് എൻട്രൻസ് കമ്മീഷണറുടെ പേരിൽ DD ആയി അടയ്ക്കേണ്ടതാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഈ മാസം 21-ന് വീണ്ടും പരിഗണിക്കുമ്പോൾ കേസിൽ കൂടുതൽ വാദം കേൾക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വാശ്രയ മെഡിക്കൽ കോളേജ് വിഷയത്തിൽ മാനേജ്മെന്റിന്റെ ഫീസ് കോടതി അംഗീകരിക്കാത്തതിൽ ആരോഗ്യവകുപ്പിന് സന്തോഷമുണ്ടെന്ന് മന്ത്രി KK ശൈലജ. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ഇനി വിലപ്പോകില്ലെന്നും മന്ത്രി പറഞ്ഞു. മാനേജ്മെന്റ് വമ്പിച്ച ഫീസാണ് ചോദിച്ചത്. മാനേജ്മെന്റ് ചോദിച്ച ഫീസ് അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല എന്നുള്ളതിൽ ഗവൺമെന്റിന് വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളൊന്നും നിലനിൽക്കുന്നില്ല എന്നാണ്. അതായത് അലോട്ട്മെൻറ്റ് പ്രോസസ്സുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകും. അലോട്ട്മെൻറ്റ് ഈ ഓഗസ്റ്റ് 31 വരെയാണ് അലോട്ട്മെൻറ്റിനുള്ള ഡേറ്റ് കിട്ടിയത്. അതിൽ 1-ാം ഘട്ടം, 2-ാം ഘട്ടം, സ്പോട്ട് അലോട്ട്മെൻറ്റ്, ഇതിൻ്റെ തീയതികളൊക്കെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ആ തീയതികളിലൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് അലോട്ട്മെൻറ്റ് പ്രക്രിയയുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകും. ഓഗസ്റ്റ് 31-നുള്ളിൽ അലോട്ട്മെൻറ്റ് പൂർത്തിയാക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഗവൺമെൻറ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ വ്യത്യസ്തതയാണ് കേരളത്തിനെതിരെ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കാനുള്ള കാരണമെന്ന് TV ചന്ദ്രൻ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം വിട്ടുനിൽക്കുന്നു എന്ന് കാണിക്കാനുള്ള സാഹചര്യമാണിതെന്നും പിരിച്ചുവിടേണ്ടത് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനെയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം എന്താണ്, കേരളം എങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല. ഈ സർക്കാരിന് പുറത്തു വിടുന്നതല്ല എന്നല്ല, ഈ സംസ്ഥാനവും ഈ സർക്കാരും എങ്ങനെ, കാരണം ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സർക്കാരാണത്. അപ്പോൾ നമ്മൾ വളരെ കരുതലോടെ നിൽക്കേണ്ട ഒരു സമയമാണിത്. അതിനിങ്ങനൊരു വാണിംഗ് കിട്ടിയത് ഒരു കണക്കിന് നല്ലതാണ്. അപ്പോൾ കുറേയും കൂടെ നമ്മുടെ പ്രവൃത്തിയിൽ തന്നെ കുറേയും കൂടി നിഷ്കർഷയും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു സമയമായിട്ടാണ് ഇതിനെ കാണുന്നത്. ജനാധിപത്യ വിരുദ്ധ പ്രവണതയിലൂടെയാണ് ഇന്ത്യ കടന്നുപോകുന്നതെന്ന് സിനിമാ താരം അലൻ സിയർ. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പിരിച്ചുവിടുക എന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ഇത് ഫാസിസത്തിലേക്ക് നയിക്കുമെന്നും അലൻ സിയർ പറഞ്ഞു. തീർത്തും ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രവണതയിലേക്കാണ് വീണ്ടും ഞാൻ ജനിച്ച ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ കടന്നുപോകുന്നുള്ളത്. ദുഃഖകരമാണ്, ലജ്ജാകരമാണ്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ മനുഷ്യരെ കൊല്ലുകയും പരസ്പരം വെട്ടിക്കീറുകയും ചെയ്യുക എന്നത് പറയുന്നത് തീർത്തും സംസ്കാരമുള്ളൊരു ജനതയ്ക്ക് ചേർന്നതല്ല, ജനാധിപത്യത്തിന് ചേർന്നതല്ല. അത് ഏത് രാഷ്ട്രീയ കക്ഷി ചെയ്താലും. അതുപോലെ തന്നെയാണ് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയ ഭിന്നതയുടെ പേരിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പിരിച്ചുവിടുക എന്ന് പറയുന്നത്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമായ തീരുമാനത്തിലേക്കാണ്, ഫാസിസത്തിലേക്കാണ് അത് നമ്മളെ നയിക്കുക.